നമ്മുടെ ആത്മീയ ഭാവങ്ങൾ കൂടുതൽ സജീവമാകുന്നത് ഈശോയോടൊത്ത് വ്യക്തിപരമായി നാം സമയം ചെലവഴിക്കുമ്പോഴാണ്. ജോലി തിരക്കിനിടയിലും നമ്മുടെ ആത്മീയതയെ കൂടുതൽ വളർത്താൻ, ആത്മാവിന് ഭക്ഷണമേകാൻ സമയം മാറ്റിവെക്കണം. അത് ഈശോയോടൊത്തുള്ള സമയമാണ്. അങ്ങനെയെങ്കിൽ ഇതാ നാഥനോടൊപ്പം ആയിരിക്കാൻ ഒരു സമയം. നമ്മുടെ ആത്മീയതയെ കുറെ കൂടി ആഴമുള്ളതാക്കാൻ, നല്ല ഭാവങ്ങളിലൂടെ ജീവിതത്തെ കുറെ കൂടി സജീവമാക്കാൻ ഒരു നിമിഷം. മത്തായിയുടെ സുവിശേഷം ഗിരിപ്രഭാഷണത്തിൽ നാം വായിക്കുന്നുണ്ട്, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ലോകം നമ്മളോട് പറയുന്നത് നേരെ മറിച്ചാണ്. വിനോദങ്ങളിലൂടെയും സുഖങ്ങളിലൂടെയും നേരം പോക്കുകളിലൂടെയും നിങ്ങളുടെ ജീവിതത്തെ മനോഹരമാക്കുക. വിലപിക്കാൻ ലോകത്തിന് സമയമില്ല. ആരുടെ കാര്യത്തിലും ബുദ്ധിമുട്ടിൻ്റെ വഴികളിലൂടെ കടന്നു പോകാൻ ആർക്കും താല്പര്യമില്ല. ജീവിതം എന്തുമാത്രം സുഖപ്രദമാക്കാമോ അത്രയും സുഖപ്രദമാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഞാനും നിങ്ങളും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, കരയുന്നവരോടുകൂടെ കരയുവേൻ. കരയുന്നവരോടുകൂടി കരയുമ്പോൾ അനുകമ്പ വളർന്ന് മറ്റുള്ളവരുമായുള്ള അകലം എൻ്റെ ജീവിതത്തിൽ കുറയ്ക്കാൻ കഴിയും. എൻ്റെ വ്യക്തിജീവിതത്തിൻ്റെ വിലാപമല്ല ക്രിസ്തു ഇവിടെ പരാമർശിക്കുക, മറിച്ച് അവരുടെ ജീവിതത്തെ നോക്കി വിലപിക്കാൻ കഴിയുക, മറ്റുള്ളവരോട് ചേർന്ന് വിലപിക്കാൻ കഴിയുക, അവരുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളിലേക്ക് ഇറങ്ങി നിന്ന് അവന് ധൈര്യം കൊടുക്കുക, അവനെ ആശ്വസിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ഗാനം നമ്മൾ ആലപിക്കുമ്പോൾ എൻ്റെ വ്യക്തിജീവിതത്തിൻ്റെ നിസ്സഹായതയും അവരുടെ വ്യക്തിജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളുമെല്ലാം നമ്മൾ ഓർക്കുകയാണ്. എന്നിട്ട് പരസ്പരം സഹായിച്ച്, കാരുണ്യം കാണിച്ച്, വ്യക്തിജീവിതത്തിൻ്റെ അകലങ്ങൾ കുറച്ച് ഈശോയോട് കൂടുതൽ നമുക്ക് അടുത്തായിരിക്കാം. അതിനുവേണ്ടിയുള്ള ഒരാഗ്രഹവും പ്രാർത്ഥനയുമാണ് അടുത്ത ഗാനം. ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥനയോടെ കേൾക്കാം, നല്ല മനുഷ്യരാകാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഏതു പുൽമേട്ടിൽ ഏതു നീർച്ചോലയിൽ ആടുമായി മാഞ്ഞു നീ എന്നിടയാ. ഏതു പുൽമേട്ടിൽ ഏതു നീർച്ചോലയിൽ ആടുമായി മാഞ്ഞു നീ എന്നിടയാ. ഗലീലിയിലില്ല നീ, ജോർദാനിലില്ല, തേടിയലഞ്ഞു പോയി ഈ മാനസം.
ഏതു പുൽമേട്ടിൽ ഏതു നീർച്ചോലയിൽ ആടുമായി മാഞ്ഞു നീ എന്നിടയാ. നിദ്രയകന്നു പോയൻ നയനങ്ങളിൽ തന്ത്രികളറ്റുപോയി രാഗങ്ങളും നിദ്രയകന്നു പോയൻ നയനങ്ങളിൽ തന്ത്രികളറ്റുപോയി രാഗങ്ങളും കരുണതൻ കടലേ നീ ഒരു സാഗരം അതിലൊരു ഓളമായി ഞാൻ തീരുമോ. കരുണതൻ കടലേ നീ ഒരു സാഗരം അതിലൊരു ഓളമായി ഞാൻ തീരുമോ. ഏതു പുൽമേട്ടിൽ ഏതു നീർച്ചോലയിൽ ആടുമായി മാഞ്ഞു നീ എന്നിടയാ. നീ എൻ്റെ ജീവന്റെ ശാന്തി എൻ ദൈവമേ, നിൻ വിരൽ തുമ്പിനാ തഴുകുകില്ലേ. നീ എൻ്റെ ജീവന്റെ ശാന്തി എൻ ദൈവമേ, നിൻ വിരൽ തുമ്പിനാൽ തഴുകുകില്ലേ. പൊട്ടിയ തന്ത്രികൾ ചേർക്കുകില്ലേ ദേവാ, നിൻ സ്വനം ജീവനിൽ പകരുകില്ലേ. പൊട്ടിയ തന്ത്രികൾ ചേർക്കുകില്ലേ ദേവാ, നിൻ സ്വനം ജീവനിൽ പകരുകില്ലേ. ഏതു പുൽമേട്ടിൽ ഏതു നീർച്ചോലയിൽ ആടുമായി മാഞ്ഞു നീ എന്നിടയാ. ഗലീലിയിലില്ല നീ, ജോർദാനിലില്ല, തേടിയലഞ്ഞു പോയി ഈ മാനസം. ഏതു പുൽമേട്ടിൽ ഏതു നീർച്ചോലയിൽ ആടുമാ മാഞ്ഞു നീ എന്നിടയാ.
നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. അവർക്ക് സംതൃപ്തി ലഭിക്കും. വിശപ്പും ദാഹവും തീക്ഷ്ണമായ രണ്ട് അനുഭവങ്ങളാണ്. സമാനമായ അനുഭവത്തോടെ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരുണ്ട് ഈ ലോകത്ത്. അവർക്ക് വേണ്ടി ജീവിക്കണം എന്ന് ക്രിസ്തു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഉടനടിയോ സാവകാശമോ അവർക്ക് നീതി ലഭിക്കും. നീതി ലഭിക്കാതെ പോകുന്നില്ല ആർക്കും ഒരിക്കലും. നീതിരഹിതനായ ഒരു രാജാവിനോട് നീതിക്ക് വേണ്ടി കേണപേക്ഷിക്കുന്ന ഒരു വിധവയുടെ ചിത്രം ക്രിസ്തു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. നിരന്തരമായിട്ടുള്ള അപേക്ഷയാണ്, എനിക്ക് നീതി നടത്തി തരണമേ. നീതിരഹിതനായ ആ രാജാവ് ആ വിധവയുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ച് നീതി നടത്തി കൊടുക്കുകയാണ്. താമസം വരുത്തുകയില്ല. പ്രിയപ്പെട്ടവരെ, നീതിക്ക് വേണ്ടി പടപൊരുതി ഒരുപാട് വേദന അനുഭവിക്കുന്ന വ്യക്തികൾ ഈ ലോകത്തുണ്ട്. ചിലരെങ്കിലും അവരുടെ ആ ഒരു യുദ്ധം അവസാനിപ്പിക്കുകയാണ്. കുറേ നാള് മറ്റുള്ളവരുടെ നീതിക്ക് വേണ്ടി, സ്വന്തം നീതിക്ക് വേണ്ടിയൊക്കെ അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു. ഒന്നും നടപ്പിലാകുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരതങ്ങ് അവസാനിപ്പിക്കുകയാണ്. ചെയ്യരുതൊരിക്കലും. നീതി നടപ്പിലാകും. ആ ഒരു വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. എന്തിന് വേണ്ടി എന്നുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അഴിമതിയിൽ നമ്മുടെ ലോകം മുങ്ങിപ്പോകും എന്നുള്ളതിന് സംശയമില്ല. പക്ഷേ നമ്മൾ പരാജയപ്പെടരുത്. എൻ്റെയും നിങ്ങളുടെയും വ്യക്തി ജീവിതത്തിൽ നീതി ഞാനും നിങ്ങളും അനുഷ്ഠിച്ചാൽ മാനവ സമൂഹത്തിന് നീതി ലഭിക്കും. എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നീതി ഉണ്ടാവട്ടെ. എൻ്റെ കുടുംബജീവിതത്തിൽ നീതി ഉണ്ടാവട്ടെ. എൻ്റെ ദൈവവിളിയോട് വിശ്വസ്തത പുലർത്താനും നീതി കാണിക്കാനും ഞാൻ തയ്യാറാവുക. അപ്പോൾ ലോകം മാറും. പ്രിയപ്പെട്ട ഈശോയെ, നീതിയോടെ ജീവിക്കാൻ നീ ഞങ്ങളെ വിളിക്കുന്നു. ഒരു ഇടയൻ ആടുകളെ നോക്കുന്നത് പോലെ നീ ഞങ്ങളെ പരിപാലിക്കുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട്. ആ ഇടയൻ്റെ കാവൽ ഉള്ളിടത്തോളം കാലം പരാജയപ്പെടരുത്. നീതിക്ക് വേണ്ടിയുള്ള യുദ്ധം അവസാനിപ്പിക്കരുത്. ഈശോ കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. നീതി കിട്ടാതെ വരില്ല. പക്ഷെ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ചിന്തിക്കണം, ഞാൻ മറ്റുള്ളവർക്ക് നീതി നടപ്പിലാക്കി കൊടുക്കണം. നീതി ലഭിക്കാൻ അവകാശമുള്ളവരാണ് എല്ലാവരും. അത് അവരുടെ അവകാശമാണ്. അത് കൊടുത്തേ മതിയാവും. അല്ലെങ്കിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഞാനും നിങ്ങളും കുറ്റക്കാരാവും. അങ്ങനെയാവാതിരിക്കട്ടെ. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇടയന്റെ കാവൽ ലഭിച്ചിടുവാന അജഗണമായി നീ മാറണം. ഇടയന്റെ സ്നേഹം നുകർന്നിടുവാന കുഞ്ഞാടായി നീ മാറണം.
കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം. ഇടയന്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം. ചെന്നായി വരുന്നതു കാണുന്ന നേരം ഓടിപ്പോകില്ലെങ്ങും നിന്നിടയൻ. ചെന്നായി വരുന്നതു കാണുന്ന നേരം ഓടിപ്പോകില്ലെങ്ങും നിന്നിടയൻ. ജീവൻ ചൊരിഞ്ഞും പ്രാണൻ വെടിഞ്ഞും നിന്നെ കാത്തിടും നല്ലിടയൻ. നിന്നെ കാത്തിടും നല്ലിടയൻ. ഇടയന്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം. ഇടയന്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം. പാപമുറിവുകൾ പേറും മനവുമായി കൂട്ടം പിരിഞ്ഞേകനായിടുമ്പോൾ പാപമുറിവുകൾ പേറും മനവുമായി കൂട്ടം പിരിഞ്ഞേകനായിടുമ്പോൾ കൂട്ടം മറന്നെത്തും ഞാൻ നിന്റെ ചാരെ. സ്നേഹം പകർന്നെൻ്റെ സൗഖ്യം തരാം. മാറിൽ ചേർത്തെൻ്റെ സ്വന്തമാക്കാം. ഇടയന്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം. ഇടയന്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം. കുഞ്ഞാടായി നീ മാറണം. കുഞ്ഞാടായി നീ മാറണം. ഇടയൻ്റെ സംരക്ഷണം കിട്ടുന്ന ആടുകൾക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു സംതൃപ്തിയുണ്ട്, ഒരു സുരക്ഷിത ബോധമുണ്ട്. അങ്ങനെയുള്ള ഒരു സംരക്ഷണമാണ് ഈശോ വിശുദ്ധ കുർബാനയിലൂടെ എന്നും
നമുക്ക് നൽകുന്നത്. ഇടയൻ്റെ സംരക്ഷണം വേണോ? വിശുദ്ധ കുർബാനയിലേക്ക് വരിക, ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുക. അവിടെ നിന്റെ രോഗം സുഖമാകും. അവിടെ നിന്റെ സങ്കടങ്ങൾ സന്തോഷമായി മാറും. അവിടെ നിന്റെ സാമ്പത്തിക ബാധ്യതകൾക്ക് ഉത്തരം കിട്ടും. നിന്റെ പ്രിയപ്പെട്ടവരെല്ലാം നിന്നോട് ചേർന്ന് ഒരു സ്വർഗീയ ആനന്ദ ജീവിതം നയിക്കും. ഈ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കാം. ആ കുർബാനയുടെ അനുഭവം ജീവിതത്തിൽ നമുക്ക് കൊണ്ടു നടക്കാം. എപ്പോഴും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമെല്ലാം ബലിയെ ഓർക്കണം. അങ്ങനെ ബലിയെ ഓർക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ് ത്രിസന്ധ്യാജപം, കർത്താവിൻ്റെ മാലാഖ എന്നുള്ള പ്രാർത്ഥന. അതൊക്കെ രാവിലെയും ഉച്ചയ്ക്ക് 12 മണിക്കും വൈകുന്നേരവും ഒക്കെ ചൊല്ലുമ്പോൾ ബലിയുടെ സംരക്ഷണം അൾത്താരയിൽ നിന്ന് എൻ്റെ കുടുംബത്തിലേക്ക് ഒഴുകി ഇറങ്ങി വരികയാണ്. അങ്ങനെ ഇടയൻ്റെ സംരക്ഷണം എന്നും നമുക്ക് അനുഭവിക്കാം, എപ്പോഴും അനുഭവിക്കാം. അവിടെ ഞാനും നിങ്ങളും സുരക്ഷിതരായിരിക്കും എന്നും പ്രാർത്ഥിക്കാം. നിദ്രയകന്നു പോയൻ നയനങ്ങളിൽ തന്ത്രികളറ്റുപോയി രാഗങ്ങളും കരുണതൻ കടലേ നീ ഒരു സാഗരം, അതിലൊരു ഓളമായി ഞാൻ തീരുമോ? കരുണതൻ കടലേ നീ ഒരു സാഗരം, അതിലൊരു ഓളമായി ഞാൻ തീരുമോ? ഏതു പുൽമേട്ടിൽ ഏതു നീർച്ചോലയിൽ ആടുമായി മാഞ്ഞു നീ